ഒരാൾ പറയുന്നത് 46 വയസ്സായി അയാൾക്ക്, ഭാര്യയ്ക്ക് 36 വയസ്സാണ്, 3 കുട്ടികളുണ്ട്, മൂത്ത മകന് 16 വയസ്സായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നല്ലൊരു ദീനിയായ ചുറ്റുപാടിൽ ഉള്ള ഒരു കുടുംബം. ഇയാൾ വിദേശത്താണ്. ഭാര്യ പിന്നെ സുന്നത്ത് നമസ്കരിക്കുന്നു, സുന്നത്ത് പിന്നെ നോമ്പുകളെടുക്കുന്നു, ലുഹ നമസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഇതൊക്കെയുള്ള നല്ല ദീനിയായിട്ടുള്ള ഒരു കുടുംബം. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം പറയണത്, തഹജ്ജുദ് നമസ്കരിച്ച ആ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മറ്റൊരാളുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പിന്നെ പല പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അദ്ദേഹം നമ്മുടെ മൗലവിയുടെ പ്രസംഗങ്ങളും ക്ലാസ്സൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തു, അവരെ ഡിവോഴ്സ് ചെയ്തില്ല, കൂടെ ഉണ്ട്. മക്കളെ ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ട് ആ സമൂഹത്തിലാണെങ്കിലും മക്കളെ ഭാവിയൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്തു. ഒരാശ്വാസമുള്ളത് മൗലവിയുടെ ക്ലാസ്സുകളാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഇത്രയും ദീനിയായിട്ടൊക്കെ ജീവിച്ച ഒരു പെണ്ണ്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ തീരുമാനം എഴുതി വെക്കുമല്ലോ. അപ്പോൾ അവളുടെ വിധിയിൽ അള്ളാഹു അങ്ങനെ എഴുതി വെച്ചതാണോ, അതല്ല അത് ശൈത്താൻ്റെ പ്രവർത്തനമാണോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. എന്താ അറിയോ, പിന്നെ ഒരു തെറ്റൊരാൾ ചെയ്താൽ അതിൻ്റെ ശിക്ഷ അയാൾക്കുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ പറയേണ്ട കാര്യമാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിഅദ്, അല്ലാഹു ഒരിക്കലും ആ കരാറുകൾ ലംഘിക്കൂല. അപ്പോൾ ഏതൊരു തെറ്റൊരു വ്യക്തി ചെയ്താലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ വ്യക്തിക്കാണുള്ളത്. അപ്പോൾ അതൊരു വിധിയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ രേഖയിലുള്ളതായിരുന്നു. ഇതിവിടെ പൊതുവെ പറയുന്ന ന്യായമാണ്. ഇതൊരു മദ്യപാനിക്ക് പറയാം, ഞാനൊരു മദ്യപാനി ആകണമെന്നാണ് എൻ്റെ കടലാസിലുള്ളത്, എൻ്റെ രേഖയിലുള്ളത്. ശരിക്കും ആ ന്യായത്തിനൊരു അടിസ്ഥാനമില്ല. കാരണം നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഒക്കെ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുമ്പോഴല്ലേ ഒരു ശരീഅത്തിന് പ്രസക്തിയുള്ളൂ. അതല്ലെങ്കിൽ എന്താണ്, ഈ ശരീഅത്തോ നിയമങ്ങളോ ഒന്നും ആവശ്യമില്ലല്ലോ. ഓരോ വ്യക്തിയുടെയും വിധി അനുസരിച്ച് അവൻ ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ മതി. ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള അവളുടെ ദീനിനെ കുറിച്ചുള്ള അയാളുടെ ധാരണ, അതേപോലെ തന്നെ അവളുടെ ആ ഒരു വിശ്വാസ്യത, ഇതൊന്നും വെച്ച് ഒരിക്കലും ഇത്തരം ഒരു തെറ്റ് അവളിൽ സംഭവിക്കില്ലെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അയാൾ ചിന്തിക്കുകയാണ്, പിന്നെ എങ്ങനെ ഇവൾക്കിത് സംഭവിച്ചു. അതിന് അദ്ദേഹം കാണുന്ന കാരണമാണ് എന്ത്, ഇതൊരു പക്ഷേ അവളുടെ റെക്കോർഡിലുണ്ടാകും, അത് റെക്കോർഡിലുള്ളത് എന്തായാലും നടപ്പിലാവുമല്ലോ, അതുകൊണ്ട് സംഭവിച്ചതാകുമെന്നാണ്. ഇത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു സ്ത്രീക്ക് ഇത് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിനൊരു സാഹചര്യം വേണ്ടേ. ഒരു പുരുഷനായിട്ട് ബന്ധം വേണം, ദീർഘമായ സമയത്ത് ബന്ധം വേണം, അയാൾ അതിന് അനുകൂലമായി നിൽക്കണം, അതിന് പറ്റുന്നൊരു സമയം കണ്ടുപിടിക്കണം, മക്കൾ അറിയാതെ ചെയ്യണം. ഇതൊന്നും ഒരു സ്വാഭാവികമായി സംഭവിക്കൂലല്ലോ, പ്ലാൻ ചെയ്ത് വരും. അതായത് ഒരു വിധി നടപ്പിലാകണമാതിരി ഒരു സെക്കൻഡിൽ മനസ്സ് തോന്നുക എന്നിട്ടാണ് പോയി ചെയ്യല്ലോ. ഈ ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണ്ടേ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അയാൾക്കത് വേണ്ടാന്ന് വെക്കാൻ പറ്റും. അപ്പോൾ ഇവർ ചെയ്തൊരു തെറ്റ് തന്നെയാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അതാണ്, ഈ വൈകാരികത എന്നുള്ളത് എല്ലാവരിലും ഉള്ളൊരു സംഭവമാണ്. മനസ്സിലായി? അത് ഭാര്യയോട് മാത്രമേ പാടുള്ളൂ, ഭർത്താവിനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. മനസ്സിലായി? അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ഏതൊരു സന്ദർഭത്തിലും എന്ത് ചെയ്യാം, ഈ തിന്മയിലേക്ക് പോകാം. മറ്റു തിന്മകളെ പോലെയല്ല, ഈ തിന്മയിലേക്ക് പോകാം. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സൂറത്തുൽ മുഅ്മിനൂനിൽ അവർ നിസ്കാരത്തിൽ ഭക്തി കാണിക്കും, സക്കാത്ത് കൊടുക്കും, അനാവശ്യങ്ങളുടെ പിന്തിരിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലദീനഹും ലി ഫുറൂജിഹിം, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എൻ്റെ മാ ബൈന ലഹി വ മാ ബൈന ഫഖ്ദൈഹി, ഗുഹ്യസ്ഥാനത്തുള്ളതും നാവിനെയും ഒരാൾ സൂക്ഷിക്കുകയാണെങ്കിൽ സ്വർഗം ഉറക്കുന്നു. ഇതൊക്കെ പറയണത് ഏതൊരു വ്യക്തിക്കും, എത്ര സൂക്ഷ്മത ഉണ്ട് എന്ന് പറയുന്നൊരു വ്യക്തിയിലും സംഭവിക്കാൻ സാധ്യത ഉള്ളതാണെന്ത്, ഇത് വൈകാരികമായ കാര്യങ്ങൾ. കാരണം വേറൊരു വ്യക്തിയിൽ നിന്ന് അത്തരത്തിലൊരു താല്പര്യമുള്ള പെരുമാറ്റങ്ങൾ വരികയും മനുഷ്യനിൽ ഈ ഒരു വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് സംഭവിക്കും. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ നാട്ടിലില്ലാത്ത ആളുകൾ, ഗൾഫിലാവുന്ന ആളുകൾ, അവരുമായിട്ടുള്ള നിരന്തരമായ ബന്ധങ്ങൾക്ക് അവസരമില്ലാത്ത ആളുകൾ, ഇങ്ങനത്തെവർക്കൊക്കെ എന്ത് ചെയ്യും, ഒരവസരം മുന്നിൽ വന്നാൽ ഏതൊരു വ്യക്തിയും ഇത്തരം ഒരു തെറ്റിൽ എന്ത് ചെയ്യും, പെട്ടുപോകും. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം താനൊരു നിരപരാധിയാണെന്ന് 100% തെളിയിച്ചിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വമാ ഉബരി നഫ്സി ഇന്ന നഫ്സല അമ്മാറ, ഞാൻ എൻ്റെ നഫ്സിനെ ഞാൻ ഒഴിവാക്കി പറയണില്ല,
തീർച്ചയായും മനസ്സ് അങ്ങേയറ്റം തിന്മയ്ക്ക് വേണ്ടി കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണെന്നാണ്. അപ്പോൾ തിന്മയ്ക്ക് വേണ്ടി ശക്തമായ പ്രചോദനം മനസ്സിൽ നിന്നുണ്ടാകും. അപ്പോൾ അത് ഇത്തരം വൈകാരിക കാര്യങ്ങൾക്കും കൂടി ആണെങ്കിൽ അത് വേഗത്തിൽ നടപ്പിലാകും. അപ്പോൾ എന്ത് ചെയ്യാം, ഇത്തരം സാഹചര്യം വൈഫിന് ഇല്ലാതിരിക്കുവാനും അവർക്കെപ്പോഴും അവരുടെ ഈ വൈകാരികമായ കാര്യങ്ങളെല്ലാം ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്ക് അവർക്കത് നിർവഹിച്ച് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഈ തിന്മയെ പ്രതിരോധിക്കുക മാത്രമാണ് വഴി. എനിക്ക് തോന്നുന്നത് ഒരു തെറ്റ് സംഭവിച്ചു, അവർക്കതിന് നല്ല കുറ്റബോധമുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായി അള്ളാഹുവോട് പശ്ചാത്തപിക്കട്ടെ. അതോടൊപ്പം എന്ത് ചെയ്യാം, ഇദ്ദേഹം എന്ത് ചെയ്യുക, ഒരു ഭാര്യയായി നിലനിർത്തി ഒരു മാപ്പ് കൊടുത്ത് ഒരു ക്ഷമ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് തീർച്ചയായും. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാനും മനസ്സുകൊണ്ട് അവരെ തൃപ്തിപ്പെടാനും പഴയ വിശ്വാസ്യതയൊക്കെ തിരിച്ചു കിട്ടാനും ഒക്കെ സാധിക്കട്ടെ എന്നാണ് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്.